IPL താരലേലം പുരോഗമിക്കുകയാണ്. കാമറൂൺ ഗ്രീനെ 25.20 കോടിക്ക് കൊൽക്കത്ത സ്വന്തമാക്കി. ഡേവിഡ് മില്ലർ 2 കോടിക്ക് ഡൽഹിയിൽ, വെങ്കടേഷ് അയ്യരെ 7 കോടിക്ക് RCBയും ഡിക്കോക്കിനെ 1 കോടിക്ക് മുംബൈയും സ്വന്തമാക്കി. ഇവരുമായി സ്പോർട്സ് ഡെസ്ക് ദിനം നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, താരലേലം IPL താരലേലം എങ്ങനെ പുരോഗമിക്കുന്നു? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായി ഓസ്ട്രേലിയൻ താരം കാമറൂൺ ഗ്രീൻ മാറിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 25.20 കോടി രൂപയ്ക്കാണ് ഗ്രീനെ എന്തായാലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു മിനി താരലേലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ്. ഒപ്പം മറ്റു ചില പർച്ചേസുകളിൽ നോക്കിയാൽ മുംബൈ ഇന്ത്യൻസിലേക്ക് ക്വിന്റൻ ഡീകോക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 1 കോടി രൂപയ്ക്ക്, അടിസ്ഥാന വിലയായ 1 കോടി രൂപയ്ക്ക് ഡീകോക്കിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം മറ്റു ചില താരങ്ങളിലേക്ക് വന്നാൽ ഡെവൺ കോൺവോയി, പൃഥ്വി ഷാ അടക്കമുള്ള താരങ്ങൾ, ലിയാം ലിവിങ്സ്റ്റൺ, രജിൻ രവീന്ദ്ര അടക്കമുള്ള താരങ്ങൾ ഈ ഒരു താരലേലത്തിൽ അൺസോൾഡ് ആകുന്ന ഒരു കാഴ്ചയും കാണുന്നു. അങ്ങനെ ഈ ഒരു താരലേലത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയം വെങ്കടേഷ് അയ്യറിന്റെ ഒരു പർച്ചേസാണ്. RCB 7 കോടി രൂപയ്ക്ക് വെങ്കടേഷ് അയ്യറിനെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഒപ്പം ബെൻ ഡക്കറ്റിനെ 2 കോടി രൂപയ്ക്ക് ഡൽഹി സ്വന്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഫിൻ അലലിനെ KKR 2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പർച്ചേസ് ഇത് തന്നെയാണ്. കാമറൂൺ ഗ്രീനിനെ മുംബൈ ഇന്ത്യൻസും ഒപ്പം ഡീകോക്കിനെ മുംബൈ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ 2 പർച്ചേസുകൾ. KP, കോടികളുടെ മണികലിക്കം താരലേലം പുരോഗമിക്കുകയാണ്. നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.